പച്ചമാങ്ങയുടെ സീസണിൽ മാങ്ങ ഉപ്പിലിടാത്തവരായി ആരും ഉണ്ടാവില്ല. പുതിയ ഒരു രീതിയിലും മാങ്ങ അരിഞ്ഞ് ഉപ്പിലിടുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മാങ്ങ അരിഞ്ഞ് ഉപ്പിലിടുന്ന വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. ഇതിനൊരു 6 മാങ്ങ ഞാൻ കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുന്നതാണ്. 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് സാമാന്യ എരിവുള്ള പച്ചമുളകാണ്. ഒരു 1.5 ടീസ്പൂൺ ഉലുവ, ഇത് വറക്കാത്ത പച്ച ഉലുവയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പുകല്ല്, വിനാഗിരി, വെള്ളം. ഞാൻ ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 3 ടേബിൾ സ്പൂണാണ് ഉപ്പ് ആദ്യം ഇട്ടത്. ഇതിനെ പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം ഇത് ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർക്കാം. ഇനി ഇത് ഒന്ന് ചൂടാറി വരണം. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. മാങ്ങായും പച്ചമുളകും ഇതുപോലെയാണ് ഞാൻ കീറി വെച്ചിരിക്കുന്നത്. മാങ്ങ നീളത്തിലാണ്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെറുതാക്കി എങ്ങനെ വേണേലും കീറാം. ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പച്ചമുളകും ഇതുപോലെ നടുവേ പിളർന്ന് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ളൊരു ചില്ലുഭരണിയിലാണ് മാങ്ങ ഉപ്പിലിടുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് അതിൻ്റെ അടപ്പയിലും വക്കയിലും ഒക്കെ ഇച്ചിരി വിനാഗിരി ഒന്ന് തൂത്ത് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ തൂത്താൽ മതി. പൂപ്പലുണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മാങ്ങ ഈ കുപ്പിയിലേക്ക് മാറ്റാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി 1/2 കപ്പെങ്കിലും ഒഴിക്കണം. ഉപ്പിട്ട് തിളപ്പിച്ച് ചൂടാറിയിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഉലുവ ഇതുപോലെ കിഴി കെട്ടിയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇങ്ങനെ കിഴി കെട്ടി ഇടുന്നത് എന്തിനാന്ന് വെച്ചെന്നാൽ മാങ്ങയിലെല്ലാം ഈ ഉലുവ വരുവോ ഇല്ല, എന്നാൽ ഉലുവയുടെ രുചിയും അതുപോലെ എല്ലാം ഈ മാങ്ങയിലേക്ക് ഇറങ്ങി വരുകയും ചെയ്യും. ഇത് മാങ്ങ എടുത്ത് തീരുന്നത് വരെ ഇതിൻ്റെ അകത്ത് കിടന്നോട്ടെ. ഇങ്ങനെ കിഴി കെട്ടി ഇടുന്നത് കൊണ്ട് ഒരു കാലത്തും ഇതിൻ്റെ അകത്ത് പൂപ്പൽ വരികയല്ല. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടപ്പിനകത്തും വിനാഗിരി തൂത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. പിന്നെ വെള്ളം ഇപ്പം ചെറു ചൂടോടു കൂടിയാണ് വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നെങ്കിൽ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടേ കുപ്പി അടയ്ക്കാവുള്ളൂ. നമുക്കിത് അടച്ചു വെക്കാം. ഏകദേശം ഒരു 2 ആഴ്ചക്കകം തന്നെ ഇത് മാങ്ങ അലുത്ത് വരും. നമുക്ക് എടുക്കാം. ഇങ്ങനെ പച്ചമാങ്ങ അരിഞ്ഞ് ഉപ്പിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.